മതങ്ങൾ. നമ്മൾ ഋഗ്വേദം, യജുർവേദം, സാമവേദത്തിലെല്ലാം കാര്യങ്ങൾ ഋഗ്വേദത്തിൽ ഒരു അധ്യായമായിട്ട് തന്നെ ഒരു ഖണ്ഡമായിട്ട് തന്നെ കൊടുത്തത് കൊണ്ട്, ഒരു മണ്ഡലമായിട്ട് കൊടുത്തത് കൊണ്ട് അതിനെ പ്രത്യേകിച്ച് നോക്കുന്നില്ല. ഇത് നോക്കുമ്പോൾ തന്നെ സാമവേദത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വരും. അപ്പൊ ഋഗ്വേദം, യജുർവേദം, സാമവും 108 ഉപനിഷത്തുക്കളും എല്ലാം അവയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ് അർത്ഥസഹിതം. അതിന് പുരാണ കഥകളെയെല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ് നോക്കുന്നത്. അപ്പൊ എല്ലാ വിഷയങ്ങളിലൂടെയും നമ്മൾ കടന്നു പോവുകയാണ്. ഇതിലൂടെ കടന്നുപോയ അവസാനം എത്തുമ്പോൾ ഓരോ ദിവസം ഓരോ വിഷയം എടുത്ത് ഒരു പ്രത്യേക ക്രമത്തിലാണ് വിഷയമെടുത്തിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ വിശകലനം ചെയ്യുന്നത്. അവസാനം ഇത് കഴിയുമ്പോൾ നമ്മൾ ഋഗ്വേദം, യജുർവേദം എല്ലാം സ്വയം എടുത്ത് വായിച്ചു നോക്കി മനസ്സിലാക്കുവാനുള്ള അവസ്ഥയിലേക്ക് എത്തും അർത്ഥസഹിതം. ഞാനില്ലാതെ പറയുന്ന കാര്യങ്ങൾ എല്ലാ വിഷയത്തിലൂടെയും കടന്നു പോകുന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്ക് പഠിച്ച വിഷയങ്ങൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. മറ്റുള്ള വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയവർക്ക് അവർക്ക് അതിൻ്റെ അകത്തുള്ളത് കണ്ടെത്തുവാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്കൊന്ന് കാണാൻ പറ്റുന്നത് ഇതിലില്ലാത്തതായിട്ട് സയൻസ് ഒന്നും തന്നെയില്ല. ശാസ്ത്രം കണ്ടെത്തിയതും കണ്ടെത്താൻ ഇരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. പക്ഷെ ഒരു ക്രമത്തിലേ അതിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. നമ്മൾ ഇന്ന് നോക്കുന്നത് മതങ്ങളെ പറ്റിയാണ്. ഈ മതങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നെല്ലാം ഈ വേദവരികളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യമുണ്ടായത് ഈ വേദങ്ങളാണ്, ഋഗ്വേദമെല്ലാമാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശാസ്ത്രമാണ്, സയൻസാണ്. പക്ഷെ പിൽക്കാലത്ത് സയൻസ് ഇല്ലാത്ത കാലത്ത് അതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ ആൾക്കാർ അവരുടെ ഭാവനക്കനുസരിച്ച് വ്യാഖ്യാനിക്കും. അങ്ങനെ വ്യാഖ്യാനിച്ചതിന്റെ ഫലമായിട്ടാണ് മതങ്ങൾ ഉണ്ടായിട്ടിരിക്കുന്നത്. ഏതിനെ പറ്റിയാണ് വ്യാഖ്യാനിക്കുന്നത്? മതങ്ങളെല്ലാം തുടങ്ങുന്ന എവിടെ നിന്നാണ്? ഈശ്വരനിൽ നിന്നാണ്. ഈശ്വരൻ എന്താണെന്ന് അവർ ചോദിക്കുമ്പോൾ അതാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് പറയും. അപ്പം മനുഷ്യന് പണ്ട് മുതലേ എല്ലാ കാലത്തുള്ള ഒരു സംശയമാണ്, അറിയാൻ ആഗ്രഹമുള്ള ഒരു വിഷയമാണ്, ഏതിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം നമ്മളെല്ലാം ഉണ്ടായെന്നുള്ളത്. അപ്പൊ അത് വേദം പറയുന്നു അത് ബ്രഹ്മമാണെന്ന്. ബൈബിളിൽ എടുത്തു കഴിഞ്ഞാൽ അത് യഹോവയോ മറ്റോ ആണ്. ഖുറാനിൽ അത് അള്ളാഹാണ്. പക്ഷെ ഇതെല്ലാം പലതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പ്രപഞ്ചം ഒന്നേ ഉള്ളൂ. ആ പ്രപഞ്ചം മൂന്നാളൊന്നും സൃഷ്ടിക്കില്ലല്ലോ, ഒരാളായിരിക്കും. അപ്പൊ സാധാരണ നിലയിൽ ചിന്തിച്ചാൽ തന്നെ ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കണം. പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടാണ് പലതായി തിരിഞ്ഞ് പല മതങ്ങളായിട്ട് തമ്മിൽ തല്ലുന്നത് എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അത് വളരെ ലളിതമായിട്ട് തന്നെ മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ഭാഷാ പണ്ഡിതരാണ്. സയൻസ് ഇല്ലാതെ പിൽക്കാലത്താണ് ഇതെല്ലാം വ്യാഖ്യാനിച്ച് ഇങ്ങനെ ആക്കിയത്. അത് കൈകാര്യം ചെയ്യുന്ന ഭാഷാ പണ്ഡിതരാണ്. നമ്മൾ ഭാഷാ പണ്ഡിതരെടുത്ത് എന്നിട്ട് ഒരു ഉപ്പിനെ പറ്റി വർണ്ണിക്കാൻ പറഞ്ഞാൽ അവർ അതിന് പലതരത്തിൽ വ്യാഖ്യാനിക്കും. ഒരു ഗ്ലാസ് മാരിയുള്ളി എന്തോ ഒന്നാണ്, അതിനിങ്ങനെ കോണുകളെല്ലാം ഉണ്ട്, നാവില് വെച്ചാൽ ഉപ്പ് രസമുണ്ട്. പിന്നെ എന്തിനെ കൊണ്ട് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അവർ പറയാ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ എവിടെന്നെങ്കിലും വായിച്ചു നോക്കിയിട്ട് പുരാണത്തിൽ കഥകളിലായിട്ട് പറഞ്ഞെടുത്തുണ്ടെങ്കിൽ പറയും, അതും പറഞ്ഞിട്ട് അതിനെ വ്യാഖ്യാനിക്കും. അത് അവിടെ ഒരാൾ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്, അയാൾ വടക്കോട്ട് നോക്കിയിട്ട് ഭം നോക്കിയപ്പോൾ ഉപ്പുണ്ടായി. അതെല്ലാം സാധാരണക്കാരന് പറഞ്ഞു കൊടുത്തതാണ് കഥരൂപത്തിൽ. അതിൽ ആശയം വേറെയാണ്. അതൊരു ക്രമത്തിലാണ് അതുണ്ടായെന്നുള്ളതുള്ള നിലയിലാണ്. ഉപ്പിന്റെ കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം എന്തുണ്ടായി അതൊരു ക്രമത്തിൽ പറഞ്ഞതാണ്. അതിന്റെ സയൻസ് പിന്നീട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതിനെയെല്ലാം പിടിച്ചുകൊണ്ട് ഭാഷാ പണ്ഡിതരെ വ്യാഖ്യാനിക്കാൻ തുടങ്ങും. ഓരോ ഗ്രന്ഥത്തിൽ പലതരത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇത് ഭൂന്നാണെങ്കിൽ വേറെ അടുത്ത് വേറെ തരത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. അതിനെല്ലാം വ്യാഖ്യാനിച്ച് മതങ്ങളായിട്ട് മാറുകയാണ് ചെയ്തത്. പക്ഷേ ഒരു സയൻസ് അധ്യാപകനാണെങ്കിൽ അങ്ങനെ പറയാൻ പോകുന്ന അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇപ്പൊ ഈ ഉപ്പിന്റെ കാര്യം തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. മലയാളികൾ സാധാരണ പറയുന്നതാണ് കഞ്ഞിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെ. അപ്പൊ കഞ്ഞിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ഉപ്പ്. അപ്പൊ കഞ്ഞിക്ക് ഉപ്പാണ് പ്രധാനം എന്ന് ഒരു മലയാളി പറയുമ്പോൾ ഒരു ഇംഗ്ലീഷുകാരൻ അത് പറയില്ല.
ഇംഗ്ലീഷുകാരൻ പറയും സോൾട്ടാണ് അത്യാവശ്യം. അവർ കഞ്ഞി കുടിക്കുമെന്ന് ഇനി അതിന്റെ പേരിലൊന്നും തർക്കിക്കാൻ പറ്റില്ല. സോൾട്ടാണെന്ന് പറയും. ഒരു ഹിന്ദിക്കാരനാണെങ്കിൽ പറയും നമുക്കാണെന്നാ തോന്നുന്നു ഉപ്പിന്റെ. കേൾക്കുമ്പോ ഇത് മൂന്നാണ്. അപ്പൊ പിന്നെ ഇവർ അതിന്റെ പേരിലായിരിക്കും ഭാഷാ പണ്ഡിതർ. ഉപ്പാണ് ശ്രേഷ്ഠം എന്ന് ഒരു കൂട്ടരും, സോൾട്ടാണെന്ന് വേറൊരാളും, നമുക്കാണെന്ന്. പക്ഷെ എന്തുകൊണ്ടാണ് അവർ തമ്മിൽ അവിടെ സയൻസ് കയറിയിട്ട് വന്നിരിക്കുകയാണ്. സയൻസ് കയറി വന്നിട്ട് പറയുകയാണ് ഇത് 3 സോഡിയം ക്ലോറൈഡ് ആണ്, അതുകൊണ്ട് എന്ത് വേണ്ട, തർക്കിക്കണ്ട. അതുകൊണ്ട് സയൻസ് ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും അതിൻ്റെ തർക്കിക്കാൻ നിൽക്കില്ല. അവർ മതിയാക്കും ഈ തർക്കമല്ല. ഇപ്പൊ സയൻസ് അവിടെ കയറി ഇടപെടുന്നു. എന്നാൽ പ്രപഞ്ചഭേദിൽ നിന്നുണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ വേദം ബ്രഹ്മം എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മം ഒരു ശാസ്ത്രീയമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പിൽക്കാലത്ത് അത് മനസ്സിലാക്കാത്തവര് ബ്രഹ്മം എന്ന് പറയുമ്പോൾ വേറൊരു കൂട്ടർ പറയുന്നത് അള്ളയാണ്, യഹോവയാണ് എന്നെല്ലാണ്. അതിൻ്റെ അത് തന്നെ അവർ പറയുന്ന ഓരോ വ്യാഖ്യാനിക്കനുസരിച്ച് വ്യത്യാസം വെച്ച് അതിനെ തന്നെ പലതായിട്ട് തിരിഞ്ഞിട്ട് തമ്മിൽ തല്ലുന്നുണ്ട്. പക്ഷെ അവിടെ സയൻസ് കയറി വന്നിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. സയൻസ് പറയണമായിരുന്നു ആ പ്രപഞ്ചമല്ല ഇതിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിയെല്ലാം അങ്ങ് നിൽക്കും. പിന്നെ അടിക്കാനൊന്നും ആരും നിൽക്കില്ല. പക്ഷെ സയൻസ് എന്താ പറയാന്ന് വെച്ചാൽ സയൻസ് ആ സ്ഥലത്ത് എത്തിയിട്ടില്ലായിരുന്നു. അവർ ക്വാണ്ടം മെക്കാനിക്സിലാണ് എത്തി നിൽക്കുകയാണ്. അതിന്റെ അപ്പുറം കിടക്കാൻ പറ്റാതെ ഇങ്ങനെ സ്ട്രക്കായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് സയൻസിന് അവിടെ സയൻസ് ശ്രമിക്കുന്നുണ്ട് ഏതിൽ നിന്നാണ്. ഇപ്പൊ അവർ കണ്ടെത്തിയ ഇലക്ട്രോണ്, പ്രോട്ടോണ്, എനർജി ഇങ്ങനെയെല്ലാം പോയിട്ട് അങ്ങനെ എത്തിയിട്ട് ക്വാണ്ടം മെക്കാനിക്സ് അവിടെയെല്ലാം എത്തിയിട്ട് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അപ്പുറം കിടക്കാൻ അവർക്ക് പറ്റുന്നില്ല. എത്തിക്കഴിയുമ്പോൾ അവർ കണ്ടെത്തുമ്പോൾ പറയാം ഇതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്, ഇതാണ് ഇലക്ട്രോണും പ്രോട്ടോണും എനർജി എല്ലായിട്ട് മാറി എന്നെല്ലാം പറഞ്ഞു തുടങ്ങും. അപ്പോഴെല്ലാം മതങ്ങളും ചിന്തിക്കും ഇത് തന്നെയല്ലേ നമ്മളെ പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതോടുകൂടി അവർ ഈ തർക്കമെല്ലാം മതിയാക്കുക, എല്ലാം ഒന്നായിത്തീരും. അപ്പൊ അതുവരെയേ ഉള്ളൂ തർക്കം. അല്ലെങ്കിൽ എന്തേ വഴിയുള്ളൂ, വേദം പറഞ്ഞിരിക്കുന്ന അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ വേദം പറഞ്ഞിരിക്കുന്ന അർത്ഥത്തിലേക്കാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത്. വേദം എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് മനസ്സിലാക്കിയാൽ തന്നെ ഈ അടിയെല്ലാം ഒരു പരിധി വരെ നിൽക്കേണ്ടതാണ്. അതിലേക്കൊന്നും കിടക്കുന്നില്ല. നമുക്കിപ്പോ വേദം പറയുന്നത് എന്താണെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 10 114 5 ഇത് ഋഗ്വേദത്തിൽ തന്നെയാണ് കടന്നിരിക്കുന്നത്. കാരണം സയൻസ് വിഷയത്തിലെത്തുമ്പോൾ ഋഗ്വേദത്തിലേക്കാണ് പോവുക. മറ്റുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഉപനിഷത്തിലല്ലാണ്. നമ്മളിപ്പം പൊതുവായ കാര്യങ്ങളാണ്. ശരിയായ പ്യുവർ സയൻസിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഋഗ്വേദത്തിൽ യജുർവേദത്തിലേക്കെല്ലാം എത്തും. മറ്റുള്ള പൊതുവായ കാര്യങ്ങൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ അധികം ഉപനിഷത്തുക്കളിലാണ് കാണുന്നത്. അപ്പം ഋഗ്വേദത്തില് ഈ ബ്രഹ്മത്തെപ്പറ്റി വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, എല്ലായിടത്തും ഒന്നുമില്ല. ബാക്കി മുഴുവൻ മറ്റുള്ള സയൻസുകളാണ്. ഈ ബ്രഹ്മത്തെ ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത് അതിനെ പറ്റിയിട്ട് ചെറിയെടുത്ത ബ്രഹ്മത്തെപ്പറ്റി വളരെ ചെറിയ സ്ഥലത്തേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയുള്ള ചില സൂക്തങ്ങളാണിത്. ഋഗ്വേദം മണ്ഡലം 10 114 5 പറയുന്നു, ഈശ്വരനാകുന്ന പക്ഷി ഏകനാകുന്നു. അത് ഒന്നേ ഉള്ളൂ, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഈശ്വരനാകുന്ന പക്ഷി ഏകനാകുന്നു, അത് ഒന്നേ ഉള്ളൂ, പലതില്ല. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ജ്ഞാനികൾ അവരുടെ ദൃഷ്ടികോണിൽ കൂടി ഭിന്ന രീതിയിൽ ഉപദേശിക്കുന്നു. അപ്പൊ ജ്ഞാനികളായവര്, അതിനെ മനസ്സിലാക്കാൻ ഏകദേശം കഴിഞ്ഞവര് അവരവരുടെ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കും. എന്തുകൊണ്ടാണെന്ന് പറയാം പിന്നീട്. അവരവരുടെ രീതിയിലാണ് അവർ വ്യാഖ്യാനിക്കുന്നത്, അവരവരുടെ രീതിയിൽ ഉപദേശിക്കുന്നു. ഇവിടെ തന്നെ എന്താണ്, ഈശ്വരനാകുന്ന പക്ഷി എന്നേ പറഞ്ഞുള്ളൂ. ഈശ്വരനെ ഒരു പക്ഷിയായിട്ട് ഉപമിക്കുകയാണ്. ചിലയിടത്ത് വേറെ തരത്തിൽ ഉപയോഗിക്കും. കാരണം ഓരോ ആൾ അവരവരുടെ ഭാവനക്കനുസരിച്ച് മനസ്സിലാകുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ആ പ്രശ്നം എന്നുള്ള പിന്നീട് പറയുന്നുണ്ട്. ഇവിടെ ഒരു പക്ഷിയായിട്ട്, അപ്പം വേറെ തരത്തിൽ വേറെ എന്തൊക്കെയായിട്ട് ചിലവർ പറയുന്ന കേട്ടില്ലേ, പരബ്രഹ്മം പോത്ത് പോലെ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് അവിടെ പോത്തായിട്ടാണ്. പോത്തിനെന്ന് പറഞ്ഞാൽ മഴ ഉണ്ടായാലും ഒന്നുമില്ല. ആ സ്വഭാവം വെച്ചിട്ടെല്ലാം അങ്ങനെ ഭാവനയിൽ വർണ്ണിക്കുകയാണ്.
മറ്റേ കുരുടൻ ആനേനെ കണ്ടിട്ട് കുരുടന്മാർ ആനേനെ കണ്ട വരി വിവരിക്കുന്നത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എവിടെയെല്ലാം എന്തെല്ലാം കണ്ടിട്ട് വെച്ച് വ്യാഖ്യാനിക്കും. എന്നിട്ട് അവരവരുടെ രീതിയിൽ ഉപാസിക്കുന്നു. അവരവരുടെ രീതിയിൽ ഉപാസിച്ചിട്ട് പോകുന്ന അതിനെ കൈകാര്യം ചെയ്തിട്ട് പോവുകയാണ് മനസ്സിലാക്കിയിട്ട്. അല്ലാതെ വേദം ഇന്നാരത്തിൽ ഞാൻ പറയുന്ന മാതിരി വിശ്വസിച്ചോളണമെന്ന് വേദത്തിന് ഒരു നിർബന്ധമില്ല. അവർ എന്താ പറയാ, പല രീതിയിൽ അതൊന്നേ ഉള്ളൂ. ഓരോ ആൾ അവരെ ഭാവനക്കനുസരിച്ച് വിവരിച്ചു കൊടുക്കുന്നു. ഇനി ഋഗ്വേദം 10:71 പറയുന്നു, പല വ്യക്തികളും വിദ്വാൻമാർക്ക് തുല്യം. അപ്പൊ ഈ ബ്രഹ്മത്തെ ആർക്കും യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചമുണ്ടായ ആ സംഗതി എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല. മനസ്സിലായിരുന്നെങ്കിൽ സയൻസുകാർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ശാസ്ത്രലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊന്നല്ല, ഇത് ഇങ്ങനത്തെ രൂപത്തിലാണെന്ന് പറഞ്ഞത്. കാരണം ഭാഷാ പണ്ഡിതര് സയൻസുകാരെ പറ്റി പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അവർ വിദ്വാൻമാരാണ്. ബ്രഹ്മത്തെ പറ്റിയെല്ലാം ഈശ്വരനെ പറ്റിയെല്ലാം നല്ല ബോധ്യമുണ്ട്. പല വ്യക്തികളും വിദ്വാൻമാർക്ക് തുല്യം. അവരെ കൂടാതെ ഒരു കാര്യവും നടക്കുകയില്ല. വാശിയാണ്. ബ്രഹ്മം എന്ന് ഞാൻ പറയുന്നത് തന്നെയായിരിക്കണം, അല്ലെ ഈശ്വരനാണ്, അല്ലെ ഞാൻ പറയുന്ന മാതിരി ആയിരിക്കണം. ഇങ്ങനെയാണത്. അവർക്ക് വലിയ അറിവാണ്, എല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അവർ പറയാൻ കൂടാതെ ഒരു കാര്യവും നടക്കുകയില്ല എന്ന നാട്യത്തിൽ ഗർവോടെ നടക്കുന്നു. അവർ നിരർത്ഥകങ്ങളായ വാക്കുകൾ പ്രയോഗിച്ച് കഴിയുകയാണ്. അവർ നിരർത്ഥകങ്ങളെ ഒരർത്ഥമില്ലാത്ത വാക്കുകൾ വെച്ചാണ് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ഇതിനെപ്പറ്റി, ഈ ഈശ്വരനെ പറ്റി അവർക്ക് തന്നെ ഒരു ചുക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ ഭാവം കണ്ടു കഴിഞ്ഞാൽ ഞാനിതെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തർക്കിക്കാൻ നടക്കുന്നുണ്ട്. നമ്മളെ ചുറ്റും കാണുന്നതാണ്. പക്ഷെ വേദം പറയുന്ന അവർക്കൊരു ചുക്കും. എങ്കിലും തർക്കിക്കേണ്ട ആവശ്യമില്ല. ശാസ്ത്ര ലോകത്തോട് പറഞ്ഞു കൊടുത്താൽ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇങ്ങനെയാണ് ബ്രഹ്മമുള്ളത്, ഇത് ഈ രൂപത്തിലാണുള്ളത്. അപ്പൊ ശാസ്ത്ര ലോകം അത് അംഗീകരിച്ചു. അതൊന്നും പറ്റുന്നില്ല. എന്തെല്ലോ വ്യാഖ്യാനങ്ങളായിട്ട് നടക്കുകയാണ്. ഇനി ഋഗ്വേദം മണ്ഡലം 10:71 പറയുന്നു. ഇതെല്ലാം അടുത്തടുത്താണ് പറയുന്നത്. മുറം കൊണ്ട് മുറ എടുത്തിട്ട് മലര് പാറ്റി ശുദ്ധമാക്കുന്നത് പോലെ, നമ്മൾ മുറ എടുത്തിട്ട് എല്ലാം പലതായിട്ടുള്ളത് പാറ്റി മാറ്റി ശുദ്ധമാക്കുന്നത് പോലെ ജ്ഞാനികൾ, നല്ല ജ്ഞാനമുള്ളവര് ബുദ്ധിജലത്താൽ, ബുദ്ധി ഉപയോഗിച്ചിട്ട് ഭാഷയെ ശുദ്ധമാക്കി. അതായത് വേദങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ബ്രഹ്മത്തെ പറ്റിയെല്ലാം വിവരിച്ച് വേദത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഭാഷയെ ശുദ്ധമാക്കി അർത്ഥം മനസ്സിലാക്കുന്നു. ജ്ഞാനികളായവര് വേദങ്ങളിലേക്ക് കടത്തിട്ട് അതിലെ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ ശരിയായ ബുദ്ധിജലത്താൽ എന്ത് ചെയ്യുന്നു? ഭാഷയെ ശുദ്ധമാക്കി, ആ ഭാഷത്തെ ശുദ്ധമായ രീതിയിൽ, അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളെ ശുദ്ധമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കുന്നു? അവയുടെ അർത്ഥം മനസ്സിലാക്കുന്നു. അപ്പം വേദഭാര്യകൾക്ക് എന്തുണ്ട്? അർത്ഥമുണ്ട്. അത് ശരിയായ ബുദ്ധി ഉപയോഗിച്ച് ശരിയായ രീതിയിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. എന്താണ് ബ്രഹ്മം എന്നല്ല അവിടെ വിസ്തരിച്ച്, ഏതിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്, ശാസ്ത്രലോകം തിരിച്ചറിയുന്നതെല്ലാം അവിടെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അവരുടെ പ്രാഗൽഭ്യത്തെ അറിയുന്നവരായിത്തീരുന്നു. എന്നിട്ടോ അവരുടെ വാണിയിൽ ലക്ഷ്മി അധിവസിക്കുന്നു. എല്ലാ ഐശ്വര്യവും അവരുടെ വാണിയിലാണുള്ളത്. അപ്പം വേദങ്ങളിൽ നമ്മൾ ഇറങ്ങിത്തിരിഞ്ഞ് അവരുടെ ശാസ്ത്ര തത്വങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാണ് നിങ്ങൾക്ക് ഐശ്വര്യം ലഭിക്കുന്ന അറിയുന്ന ലോക പുരോഗതി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ലക്ഷ്മി ദേവി, അവരുടെ വാണിയിൽ ലക്ഷ്മി അധിവസിക്കുന്നു. അപ്പോൾ എല്ലാ ഐശ്വര്യം കിട്ടുവാൻ വേണ്ടി എന്ത് വേണം? ഈ വരികളെ ആശ്രയിക്കണം. എന്നിട്ടോ നിരാലംബോപനിഷത്തിൽ 5 പറയുന്നു, മഹത്തത്വം, അഹങ്കാരം, പൃഥ്വി, ജലം, വായു, ആകാശം, അതായത് പഞ്ചഭൂതങ്ങൾ, ബ്രഹ്മാണ്ടം എന്നീ രൂപത്തിലും അപ്പൊ നമ്മൾ കാണുന്ന ഈ പഞ്ചഭൂതങ്ങളായിട്ടുള്ള ഈ ബ്രഹ്മാണ്ടം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവനും കർമ്മം, ജ്ഞാനം, അർത്ഥരൂപത്തിലും, കർമ്മം നമ്മൾ കർമ്മം ചെയ്യുന്നു, അർത്ഥമുണ്ട്, പിന്നെ എന്തുണ്ട്, ജ്ഞാനമുണ്ട്, ഇതെല്ലാം വെച്ച് കർമ്മം ചെയ്യുന്ന രൂപത്തിലും ഇത് പ്രകാശിച്ചിട്ടും ഈ ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയിട്ടുന്നതിന് പിന്നിലുള്ള ശക്തിവിശേഷം. അത് പ്രകാശിക്കുകയാണ്. ഏതുപോലെ? ഈ ലോകം പോലെ പ്രകാശിക്കും. അങ്ങനെ വിവരിക്കാൻ പറ്റും അവർക്ക്. അതായത് ടോർച്ചെടുത്ത് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ചുറ്റുമുള്ള ഇരുട്ടില്
എല്ലാ വസ്തുക്കളും നമ്മൾ കാണുന്നത് പോലെ, അതുപോലെ പ്രകാശിക്കുന്നത് പോലെ അത് പ്രകാശിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ബ്രഹ്മം എങ്ങനെയാണെന്ന് പറയുകയാണ്, അത് അദ്വിതീയമാവും. അതിന് അങ്ങനെ രണ്ടായിട്ടൊന്നും തിരിയുന്നില്ല. അത് ഒരേ അവസ്ഥയിൽ അവിടെ നിൽക്കുകയാണ്. അത് രണ്ടായിട്ട് തിരിയുന്നൊന്നുമില്ല. അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായെങ്കിലും അതിന് മാറ്റമൊന്നുമില്ല. അതങ്ങനെ അദ്വിതീയമായിട്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ് നിൽക്കുന്നത്? അദ്വിതീയമായി ശുദ്ധമാണ്. അതിന് ശുദ്ധമാണ്. അതിന് പിന്നെ കലർപ്പൊന്നുമില്ല. പിന്നെയോ ശാന്തമാണ്. അത് ശാന്തമായിട്ട് നിൽക്കുകയാണ്. അതിന്റെ പ്രകാശത്തിൽ ഇവിടെ നടക്കുന്ന എന്തെല്ലാം വേറെ തരങ്ങൾ കാണിച്ചാൽ അത് ശാന്തമായിട്ട് അവിടെ നിൽക്കുകയാണ്. നിർഗുണന, അതിന് ഒരു ഗുണവുമില്ല. ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത് അതിന് ഒരു ഗുണവുമില്ല. പിന്നെയോ അവർണ്ണനീയവുമാണ്. അതിനെ വർണ്ണിക്കാനും നമുക്ക് പറ്റില്ല. അത് ഏത് രൂപത്തിലാണ് ഉള്ളതെന്ന് നമുക്ക് അതിന് രൂപമില്ല. പിന്നെ എങ്ങനെ വിവരിക്കാൻ പറ്റുന്നത്? അങ്ങനെയുള്ളതാണ് ഈശ്വരൻ. അതാണെന്ത്? പരബ്രഹ്മം അഥവാ ആ ചൈതന്യമാണ് പരബ്രഹ്മം അഥവാ ഈശ്വരൻ. ഈശ്വരൻ എന്താണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം ഉണ്ടാവുന്നതിന് അതിനു മുമ്പിൽ ഏതിൽ നിന്നാണോ അതുണ്ടായത് ആ ശക്തി വിശേഷം, അതിന് രൂപവുമില്ല, ഭാവവുമില്ല, ഒരു ഗുണവുമില്ല. അതങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. അതിന് ഒരു രൂപമില്ല. അതുകൊണ്ട് തന്നെ അതിനെ വർണ്ണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? പിന്നെ ഇത് മനസ്സിലാക്കുന്നവര്, അപ്പൊ ഇന്ന് തന്നെ ശാസ്ത്രലോകം നമ്മൾ അന്വേഷിക്കുന്ന ഒന്ന് എവിടെ എത്തുന്നു നോക്കാമല്ലോ. നമ്മൾ ആദ്യം തുടങ്ങി നിന്ന് ഈ പ്രപഞ്ചത്തുനിന്ന് ഈ പ്രപഞ്ചത്തിൽ എന്തിൽ നിന്നാണ് ഉണ്ടായെന്ന് ശാസ്ത്രജ്ഞന്മാരെ അന്വേഷിക്കാൻ തുടങ്ങി. ഇപ്പം പ്രപഞ്ചത്തിൽ പല രൂപത്തിലാണ്. പക്ഷി, പൂച്ച, പട്ടി, മരം, കല്ല്, മണ്ണ്, ഇങ്ങനെ പല രൂപത്തിൽ ദൃശ്യമായത്, എനർജി, എങ്ങനെയെല്ലാം അവർ കണ്ടു. ഇതെന്താണെന്ന് അന്വേഷിച്ച് തന്നപ്പോൾ അവിടെ എത്തിച്ചേർന്നത് തന്മാത്രയിലാണ്. കുറെ എല്ലാം കൂടി ചേർന്നിട്ടോ അതിന്റെ ചെറിയ ഘടകം എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യന്റെ കാര്യത്തിലാണ് ജീനുകളോ ക്രോമസോമോ എന്നെല്ലാം പറയാം. ചില തന്മാത്രകൾ, കെമിക്കൽ കോമ്പൗണ്ട്സ്, ചെറുതും വലുതുമായ കുറെ കെമിക്കൽ കോമ്പൗണ്ട്സിലെത്തി. പല രൂപത്തിലുള്ളതാണ്. പിന്നെ അതൊരു കെമിക്കൽസ് പിന്നെ ചേനുമാരിയായിട്ട് മാറി. രൂപയിലും പലതും നഷ്ടപ്പെട്ടു. ഈ മനുഷ്യന്റെ മറ്റേ രൂപമൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ മനുഷ്യനെ ഇടിച്ചു പിഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുമെന്ന് വെച്ചാൽ കുറച്ച് തന്മാത്രകളോ ആറ്റങ്ങളെല്ലാം. പിന്നെ അതിനെ പൊടിച്ചപ്പോൾ കിട്ടിയത് ആറ്റമാണ്. ആറ്റം എന്ന് പറഞ്ഞാൽ ആകെ 100 ഉള്ളൂ. 100 ഇതുകൊണ്ടാണ് ഈ വ്യത്യസ്തമായ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ അവർ ആറ്റത്തിലെത്തി. പിന്നെ അവർ അതിനെ അടിച്ച് പൊടിച്ചു നോക്കിയപ്പോൾ കിട്ടുന്ന ഇലക്ട്രോണും പ്രോട്ടോണും പിന്നെ ചില നിസ്സാര കണങ്ങളും, പ്രധാനമായിട്ട് ഇലക്ട്രോണും പ്രോട്ടോണും കുറച്ച് ഊർജ്ജമാണ്. ഈ സാധനം കൊണ്ടാണ് നമ്മളെല്ലാം ഉണ്ടാക്കിയത്. നമ്മൾ ഇടിച്ചു പൊളിഞ്ഞാലും കിട്ടാൻ പോകുന്ന ഇലക്ട്രോണും പ്രോട്ടോണിനും എനർജിയാണ്. അപ്പൊ അവർ കീഴോട്ടേക്ക് ഇറങ്ങിയിറങ്ങുമ്പോ അപ്പൊ അതിന്റെ രൂപയെല്ലാം പോയി. ഇലക്ട്രോണും പ്രോട്ടോണും വല്ല ചെറിയ ഗോളന്മാരി ഇരിക്കുകയാണ്, ഗോലി മാതിരി, പിന്നെ കുറച്ച് എനർജി. ഇതാണ് ഉള്ളത്. ഇതിനെ കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോ ഇതിനെ കൊണ്ട് ഉണ്ടാക്കാൻ നോക്കിയിട്ട് അപ്പൊ ഇലക്ട്രോണിയും പ്രോട്ടോണിയും പൊട്ടിച്ചാൽ എനർജിയായി മാറുന്നതാണ്. അപ്പൊ എനർജി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേവ് ഫോമോ എന്തൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് അങ്ങനെയെല്ലാം. അതിന്റെ രൂപവും മാറില്ല. അത് ഉണ്ടെങ്കിൽ ഒരു ഇതിങ്ങനെ ഇങ്ങോട്ട് ഒരു എനർജി മാതിരി വരക്കുന്നതായി ഇങ്ങനെയുള്ള ഒരു രൂപമാണ്. അതിലേക്ക് എത്തി, വർണ്ണിക്കാൻ പറ്റാതെയിലെത്തി. ഇനി അതിലേക്ക് കടന്നിട്ട് പിന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്സിലെത്തി പിടികിട്ടാത്ത അവസ്ഥയിലെത്തിയാണ്. ഇപ്പം തന്നെ അതിനെ വർണ്ണിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ എത്തി. ഇനി അതും കൂടിയും കടന്നിട്ട് ബ്രഹ്മത്തിലേക്ക് എത്തുമ്പോൾ, ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായതിലേക്ക് എത്തുമ്പോൾ ഇതിനെ വർണ്ണിക്കാനും പറ്റില്ല. അവർക്ക് പോലും വർണ്ണിക്കാൻ പറ്റില്ല. അവർ പിന്നെ പല മാത്സ് ഇക്വേഷനും എന്തൊക്കെ വല്ല ഇട്ടിട്ടാണ് വർണ്ണിച്ചു വെക്കും, മനസ്സിലാക്കും. പക്ഷെ ആർക്കേ മനസ്സിലാവുള്ളൂ? അത്രയും ഉയർന്ന ചിന്താഗതി ഉള്ളവർ ശാസ്ത്രലോകത്തിനെ മനസ്സിലായി. അല്ല ഭാഷാ പണ്ഡിതരെങ്ങനെ ഇതിനെപ്പറ്റി ഈ ബ്രഹ്മത്തെ ഭാഷാ പണ്ഡിതരെങ്ങനെയാ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്? അവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക സയൻസ് തന്നെ. അപ്പോൾ അവർണ്ണനീയവുമായ ആ ചൈതന്യമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അവർണ്ണനീയമാണ്. അതിനെ വർണ്ണിക്കാനൊന്നും പറ്റില്ല. വർണ്ണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ ആർക്ക്? അത്രയും ഉയർന്ന ചിന്താഗതി ഉള്ളവർക്കേ അതിനെ പറഞ്ഞാൽ മനസ്സിലാക്കുകയുള്ളൂ. അല്ലാതെ താഴെയുള്ളവർക്കൊന്നും അത്ര എളുപ്പമൊന്നുമല്ല അതിനെ പറഞ്ഞു പോകാൻ പോകുന്നത്. ക്വാണ്ടം മെക്കാനിക്സിലെല്ലാം എടുത്ത് പഠിക്കാൻ നോക്കിയാൽ മനസ്സിലാവും. അവിടെ കുറെ വേവ് ഫോമോ അത് ഇതെല്ലാം വരച്ചു വെച്ചിട്ട് പറയും. ഒരു പിടിയും കിട്ടില്ല.
അവരോട് നമ്മളിവിടെ ഭാഷാ പണ്ഡിതർ കയറിയിട്ട് പറയാണ് ബ്രഹ്മം ഇങ്ങനെയാണ് മറ്റേയാണ്. ഇതെന്ത് ബ്രഹ്മം ഇങ്ങനെയാണ്? അതൊന്നും ഇമ്പോസിബിൾ നടക്കുന്ന കാര്യമല്ല. അത് സയൻസ് ഇല്ലാത്ത കാലത്താണ് വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്നത്. ഈ മതങ്ങൾ എന്തിന് മതങ്ങളായിട്ടിരിക്കുന്നത്? എന്നിട്ടോ അതിനൊപ്പം എന്തില്ല, അദ്വിതീയമാണ്. അത് രണ്ടൊന്നും ആയിട്ടില്ല. അത് ഒറ്റയൊന്നേ ഉള്ളൂ. അത് അരൂപിയാണ്. അതിന് രൂപവും ഇല്ല. അതിന് അവർണ്ണനീയമാണ്, വർണ്ണിക്കാനും പറ്റില്ല. അത് ശാന്തമാണ് എന്നെല്ലാം പറയുകയാണ്. എന്നിട്ട് ആത്മപ്രബോധോപനിഷത്തില് 2:3 പറയുന്നു, അവൻ സാക്ഷിയാണ്. ഞാൻ സാക്ഷിയാണെന്ന് പറയാണ്. അത് ഞാൻ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാനത് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്, വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു താല്പര്യമില്ല. ഞാൻ സാക്ഷിയാണ്. അവിടെ നടക്കുന്നതിനല്ല എനിക്ക് അറിയാം. അങ്ങനെ നടക്കട്ടെ, അതങ്ങ് സാക്ഷിയായിട്ട് നോക്കിയിരിക്കും. സാക്ഷിയുടെ പ്രത്യേകത എന്താണ്? അതിലൊന്നും തലയിടൊന്നുമില്ല. അതിന്റെ പക്ഷമൊന്നും, സാക്ഷിക്ക് പക്ഷമൊന്നുമില്ല. എന്തെല്ലാം അവിടെ കണ്ടു. മറ്റേ ഇന്ദ്രൻസോ മറ്റോ ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ സിനിമയിലെ കാണിച്ചത്, ഞാൻ സാക്ഷി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇരിപ്പുണ്ടല്ലോ, അതുമാതിരിയാണ് ഈ ബ്രഹ്മമാണ് ഇരിക്കുന്നത്. ഈ പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ചിട്ട് ഞാൻ സാക്ഷിയാണ്. പക്ഷെ ആ പറച്ചിൽ മറ്റന്മാർ വരണ്ടിട്ടുണ്ട്. ഈ സാക്ഷിയാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരൻ. കാരണം അതുപോലെ ഇവിടെ സാക്ഷിയാണ്, ഒന്നിലിടപെട. പക്ഷെ സാക്ഷി എന്ത് ചെയ്യില്ല, എവിടെയെങ്കിലും പോയിട്ട് ആരെയും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുന്ന മാതിരിയാണ് ഈ സാക്ഷി. ഇത് കോടതി സാക്ഷിയാണ്. പക്ഷെ ബ്രഹ്മത്തിന് ആരോടാ പറയേണ്ട? ആരോടും പറയാനില്ല. കാരണം അത് തന്നെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അതിനാരോട് സാക്ഷി? പക്ഷെ സാക്ഷി പോലെ എന്നിട്ട് അങ്ങനെ നോക്കിയിരിക്കും. അത്രയേ ഉള്ളൂ. എന്റെ സ്വഭാവമാണ് വിവരിക്കുന്നത്. അപ്പൊ അതിനൊരു ഗുണവുമില്ല. പക്ഷെ അതെല്ലാത്തിനും സാക്ഷിയായ എന്ന പോലെ അവിടെ ഉണ്ട്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്നുണ്ട് ആ സാക്ഷി. എന്നിട്ടോ അതിന് സാക്ഷിയാണ്, നിരപേക്ഷനും. ആ ചലനം അത് ചലിക്കുകയില്ല, ഒരു ചുക്കും ചെയ്യില്ല. അങ്ങനെ നിശ്ചലമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിന് ചലനമൊന്നും ഇല്ല. എന്തിനാ ചലിക്കുന്നത്? സാക്ഷി കണ്ടില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ നിന്നിട്ട് ഒരു ഇതിലുമ്മൽ ഇരുന്നിട്ട് ഞാൻ സാക്ഷി എന്ന് പറയാം. അതുമാതിരി അങ്ങ് ഇരിക്കും, ചലിക്കൂല്ല, ഒരു ചുക്കുമില്ല. പിന്നെയോ പക്ഷഭേദമില്ലാത്തവനുമാണ്. എനിക്ക് ഒരു പക്ഷവുമില്ല. അപ്പൊ ആരെങ്കിലും നല്ല ചെയ്യുന്നുണ്ടോ, നല്ല മോശം ചെയ്യുന്നുണ്ടോ, അതിന് സാക്ഷി പക്ഷമൊന്നും പിടിക്കില്ല. കണ്ടത് പറയും. പക്ഷെ ഇവിടെ ആരോടും പറയാനില്ല. ബ്രഹ്മത്തെ വിളിച്ചിട്ട് കോടതിയിൽ വിസ്തരിക്കൊന്നുമില്ല, സാക്ഷി പറയാൻ പറയൊന്നുമില്ല. അതുകൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കും. ഇവിടെ നടക്കുന്നതിന് ഒരു കാര്യത്തിൽ അതിന്റെ താല്പര്യവുമില്ല. അത് കഴിഞ്ഞ ഒരു സൂക്തത്തിൽ പറഞ്ഞത് അതൊന്നും ഇവിടെ പറയുന്നത് നല്ലതായിരിക്കുന്നു. എന്താണത്? സ്വസംവേദോപനിഷത്തിൽ 2 പറഞ്ഞത്, അതിനാൽ മഹാവേരു പർവ്വതം ദാനം ചെയ്യുന്നവനും പശുവിനെ ദാനം ചെയ്യുന്നവനും ബ്രഹ്മഹത്യ നടത്തിയവനും മദ്യപാനിയും ഗുരുതൽപരരുമെല്ലാം തുല്യരാണെന്ന് പറയണം. ആരാ? എല്ലാവരുടെയും സ്ഥിതി ഒന്ന് തന്നെ. ആത്മാവ് ഇതിനൊക്കെ മുകളിലാണെന്ന്. ബ്രഹ്മത്തിൽ പശുവോ ബ്രാഹ്മണനോ മദ്യപാനിയോ ഒന്നുമില്ല. ബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം പശുവില്ല, മദ്യപാനിയും ഇല്ല, ബ്രഹ്മഹത്യ നടത്തിയവനും ഇല്ല. മഹാമേരു പർവ്വതം തന്നെ എല്ലാം തുല്യാണ്, സമനാണെന്ന് പറയാണ്. പാപം പിന്നെ ഒന്നും പറയുന്നുണ്ട്, പാപമോ പുണ്യമോ ഇല്ല, പാപവും പുണ്യവും ഇല്ല, ഒരു പാപവും ഇല്ല, പുണ്യവും ഇല്ല, മോശവും ഇല്ല, നരകവും ഇല്ല എന്ന് പറഞ്ഞിരിക്കുക അവിടെ. ബ്രഹ്മത്തിന് ഇവിടെ അത് തന്നെ ഉണ്ടാക്കിയിട്ട സംഗതിയാണ്. ഇവിടെ അതിൽ നിന്ന് തന്നെ ഉണ്ടായ സംഗതിയാണ് ഇവിടെ. അവരെന്തെല്ലോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അവർക്ക് ഇതിന് ഇതിൻ്റെ അകത്തൊന്നും താല്പര്യമൊന്നുമില്ല. അവിടെ അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കാര്യത്തിലെ പാപം പുണ്യത്തിനൊന്നും അതിന് താല്പര്യമില്ല. കാരണം അതിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. ചിലവര് പാപം ചെയ്യും, ചിലവര് പുണ്യം ചെയ്യും. അവരെ പിടിച്ച് ശിക്ഷിക്കാനും നരകത്തിലിട്ട് പൊരിക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല. ബ്രഹ്മത്തിന് താല്പര്യമില്ല. കാരണം അത് സാക്ഷിമാര് ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാക്ഷി എന്ന നിലയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലവര് പാപം ചെയ്യുന്നു, ചിലര് വെട്ടുന്നു, കുത്തുന്നു, എന്തെല്ലോ ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം നോക്കിയിട്ട് ശരിയും തെറ്റും നോക്കിയിട്ട് ശിക്ഷിക്കാനൊന്നും അതിന് താല്പര്യമില്ല. അതാണ് ഇവിടെ പറയുന്നത്. അതിന് പക്ഷപാതമില്ല. അത് വെറും സാക്ഷിയാണ്. ഇവിടെ തന്നെ പറയുന്നത് ബ്രഹ്മത്തിന് ബ്രഹ്മഹത്യ നടത്തിയാലും നിങ്ങൾ പർവ്വതം ദാനം ചെയ്താലും
അതിന് ഒരുപോലെ തന്നെയാണ്, അതിന് വേറെ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവിടെ പാപവും ഇല്ല, പുണ്യവും ഇല്ല, ഒരു സ്വർഗവും ഇല്ല, ഒരു മോക്ഷവും ഇല്ല, ഒരു നരകവും ഇല്ല എന്ന് വേദം എടുത്തു പറയുന്നു. അപ്പോൾ അത് നോക്കിയാ ഇവൻ നല്ലതാണോ ചെയ്യുന്നത്, മോശമാണോ, അവനെ കൊണ്ടുപോയിട്ട് എണ്ണയിലിട്ട് പൊരി എന്നെല്ലാം പറയുന്നത്. ഇതെല്ലാം വേദങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം, കാരണം അത് തന്നെയാണ് ഇതായി മാറിയത്. എന്നിട്ട് എന്തല്ലോ അവിടെ വെച്ച് കളിച്ചു കൂട്ടുന്നു, അത്രയേ ഉള്ളൂ. നമ്മളൊരു പട്ടി പ്രസവിച്ച് കിടക്കുന്ന കുറെ കുട്ടികൾ കാണാം, അമ്മച്ചി അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവും. എന്നിട്ട് ഈ കുട്ടികൾ കടിക്കുന്നതും അറിയുന്നാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കടിക്കോ വരികയോ എന്തോ ചെയ്യട്ടെ എന്നുള്ള നിലയിൽ. അതേപോലെ ബ്രഹ്മത്തിൽ നിന്നുണ്ടതാണ് ഈ പ്രപഞ്ചം. അതിലുള്ള ജീവജാലങ്ങളെല്ലാം നിസ്സാരന്മാർ, അവരെന്തെല്ലോ കാട്ടിക്കൂട്ടുന്നു. പക്ഷെ അതിനെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം പർവ്വതം ദാനം ചെയ്താലും പശുവിനെ ദാനം ചെയ്താലും ബ്രഹ്മഹത്യ നടത്തിയാലും എല്ലാം ഒന്ന് തന്നെ, എല്ലാവരും സമന്മാരെ തന്നെ. ഇവിടെ എന്ത് പറയുന്നു? പക്ഷഭേദമൊന്നും അതിനില്ല, അതൊരു വെറും സാക്ഷിയാണെന്ന് പറയുകയാണ്. എന്നിട്ടോ 2:3 ആത്മപ്രബോധോപനിഷത്തിൽ. ഇനി യജുർവേദത്തില് 32:79 പറയുന്നു, ഒരു മുനി പോലും ഈശ്വരന് സമാനമല്ല. ഈ മുനികളാണ് ഈ വേദങ്ങളുടെ ജ്ഞാനമെല്ലാം മനസ്സിലാക്കിയിട്ട് എഴുതി വെച്ച, ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കിയിട്ട് എഴുതി വെച്ചവരാണ് മുനികൾ. കുറെ പേര് കൂടിയിട്ട്, ഒരാളൊന്നുമല്ല, അവരെല്ലാം കൂടിയിട്ടാണ് ഈ വേദരഹസ്യങ്ങൾ മുഴുവൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ ആ മുനികളെക്കാട്ടി വലിയവരൊന്നും ഈ ലോകത്തിൽ, കാരണം അത്രയും ബ്രഹ്മസത്യം മൂലം ബ്രഹ്മത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും എല്ലാ രഹസ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞന്മാരുടെ ഏറ്റവും മുകളിലുള്ള കക്ഷികളാണ് ഈ മുനികൾ. ആധുനിക ശാസ്ത്രജ്ഞന്മാരെല്ലാം കണ്ടെത്താൻ ശ്രമിക്കുന്നവർ, അവർ കണ്ടെത്തുമ്പോൾ അവർ മുനികൾ, അത്രയും മുനിമാരെയാണ് പോലെയാണ് അവരുടെ ജീവിതം. അവർ ശാസ്ത്രത്തിന്റെ പിന്നാലെ അറിയാൻ വേണ്ടി അങ്ങനെ ജീവിതം തന്നെ താല്പര്യമില്ലാതെ ആ ലെവലിൽ അങ്ങ് എത്തുന്നവരാണ്, മുനികളാണ്. ഇവിടെ എഴുതി വെച്ചവരും ഈ അറിവെല്ലാം ജ്ഞാനമുള്ളവരാണ്, അവർ മുനികളാണ്. അവരെന്ത് പറയാണ്? ഒരു മുനി പോലും ഈശ്വരന് സമാനമല്ല, അതിന്റെ അടുത്തെത്താൻ പറ്റില്ല. പിന്നെയല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ. എന്നിട്ടോ ഈശ്വരൻ ഒരിക്കലും ജനിച്ചിട്ടില്ല, ജനിക്കുന്നുമില്ല. അവർ വെട്ടിത്തുറഞ്ഞു പറയുകയാണ്, ഈശ്വരൻ ഒരിക്കലും ജനിക്കുന്നില്ല, ജനിക്കുന്നുമില്ല. അതിൽ നിന്നെന്താണ് മനസ്സിലാക്കേണ്ടത്? ഈശ്വരൻ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് സ്വഭാവം? അതിന് രൂപവുമില്ല, ഭാവവുമില്ല, ഒരു സ്വഭാവവുമില്ല. അങ്ങനെയുള്ള ഒരു സാധനം ജനിച്ചു എന്ന് പറയുമ്പോൾ അതിന് രൂപം വരികയാണ്. രൂപം വരുമ്പോ എങ്ങനെയാണ് അതിന് ഈശ്വരൻ എന്ന് പറയുക? രൂപമില്ല, ഒരു താല്പര്യമില്ല, ഒന്നും നടപ്പാക്കാൻ താല്പര്യമില്ല, വെറുതെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി വിശേഷം, അതാണ് ഈശ്വരനെങ്കിൽ അതിന് വേറെ താല്പര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ അത് ജനിച്ചു എന്ന് പറയുമ്പോൾ ജനിക്കുന്ന കാര്യത്തിനെല്ലാം എന്തുണ്ട്? സ്വഭാവങ്ങളുണ്ട്, ഗുണമുണ്ട്, കയ്യും കാലും എല്ലാം ഉണ്ട്. ആ കയ്യും കാലും എല്ലാം ഉള്ളത് എങ്ങനെയാണ് ഈശ്വരനാവുക? ഉദാഹരണമായിട്ട് പാല് എന്ന് പറയുന്ന സാധനം പാലാണ്. അത് തൈരായി പോയാൽ അതിനെ പിന്നെ പാല് എന്ന് പറയാൻ പറ്റുമോ? അതിനെ പിന്നെ തൈര് എന്നല്ല പറയാൻ പറ്റും. എങ്ങനെ പാല് എന്ന് പറയുന്നത്? പാല് തൈരായി പോയാൽ അവര് ബ്രഹ്മത്തിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ബ്രഹ്മമല്ല. അതിന് ബ്രഹ്മത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് അവൻ ജനിക്കുന്ന പോലെ ജനിക്കുന്നുമില്ല, ഒരിക്കലും ജനിച്ചിട്ടുമില്ല, ഇനി ജനിക്കാൻ പോകുന്നുമില്ല എന്ന് പറഞ്ഞു വെച്ച സ്ഥിതിക്ക് പിന്നെ അതേ സ്ഥാനത്ത് ഞാൻ ജനിച്ചിട്ടുണ്ട് വേറെ രൂപത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സാധനം ഈശ്വരനല്ല. അപ്പൊ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ജനിക്കുന്നുണ്ട് സാധനങ്ങളൊന്നും ഈശ്വരനല്ല, അത് വേറെ എന്തെല്ലോ ആണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു പുരാണ ഇതിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ബ്രഹ്മമാകുന്ന ജലാശയത്തിൽ ഏതില്? സ്വസംവേദോപനിഷത്തിൽ ഒന്നില് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു.
ബ്രഹ്മമാകുന്ന ജലാശയത്തിൽ ജീവികളാകുന്ന കുമിളകളുണ്ടായി അതിൽ തന്നെ വിലയം പ്രാപിക്കുന്നു. ഇവിടെ ബ്രഹ്മത്തെ ഒരു ജലാശയമായിട്ടാണ് ഉപമിക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞു അതിനെ വർണ്ണിക്കാനൊന്നും പറ്റില്ല. പിന്നെ പറഞ്ഞു ഒപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയേണ്ടിക്ക് എന്തെങ്കിലും ഒന്ന് രൂപം കൊടുത്തിട്ടല്ലേ പറയാൻ പറ്റും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ബ്രഹ്മം എന്ന് പറഞ്ഞ ആകുന്ന പക്ഷി ഏകനാകുന്നു എന്ന് പറഞ്ഞു പോയി. അവിടെ ഒരു പക്ഷിയായിട്ട് ഉപയോഗിച്ചു, ഒറ്റക്കിരിക്കുന്ന ഒരു പക്ഷീനെ മാതിരി. അവിടെ അത്രയേ അർത്ഥമുള്ളൂ. അത് ഒറ്റക്ക് അങ്ങനെ നിൽക്കുകയാണ്. ആ അർത്ഥമുള്ള അല്ലാതെ പക്ഷിയാണെന്ന് ഉപമിക്കാൻ എന്തെങ്കിലും ആയിട്ട് ഒരു ഉപമ വെച്ച് പറയാനേ പറ്റുള്ളൂ. ഇവിടെ എന്ന് പറയുന്ന ഒരു ജലാശയമാണ് ബ്രഹ്മം. ആ ജലാശയത്തിൽ നിന്ന് ഇടയ്ക്ക് ഒരു കുമിളയുണ്ട്. അവിടെ ഇവിടെ എല്ലാം കുറെ കുമിളയുണ്ടാവും. അതെന്ത് തന്നെ ആ കുമിള എന്ന് പറയുന്നത് ജലം തന്നെയാണ്, വേറെ ഒന്നുമല്ല. ആ ബ്രഹ്മം തന്നെയാണ്. അത് പൊട്ടി അതിൻ്റെ അത് പോകും. ഒരു മനുഷ്യനുണ്ടാകുന്നു, ചെടികൾ ഉണ്ടാകുന്നു, മറ്റേ ഉണ്ടാകുന്നു, എല്ലാം ഉണ്ടായിട്ട് അതിൻ്റെ അകത്ത് തന്നെ വീഴും. അപ്പൊ അതെല്ലാം ബ്രഹ്മം തന്നെയാണ്. അപ്പൊ അതിൽ നിന്നുണ്ടായ അപ്പൊ എന്ത് പറയുന്നത്, അങ്ങനെ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ ബ്രഹ്മാവോ വിഷ്ണുവോ ഈശ്വരനോ ബിന്ദുവോ കലയോ ഒന്നുമില്ലെന്ന് കാണാം. ആകെ ബ്രഹ്മമേ ഉള്ളൂ. ബ്രഹ്മാവും ഇല്ല, ഈശ്വരില്ല. പിന്നെ വേറത്തില് എന്ത് പറയുന്നുണ്ട്, വേർത്തിയിൽ എന്ത് പറയുന്നുണ്ട്, സംവേദോപനിഷത്തിൽ 3 പറയുന്നു ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും കീടങ്ങളും ചെന്നെത്തുന്നത് ഒരുത്തി തന്നെയാണെന്ന്, ഒരേ സ്ഥലത്ത് തന്നെയാണെന്നതാണ് പ്രവർത്തനാർത്ഥം. ഈ കുമിളമാരി ഉണ്ടാകുമ്പോൾ ബ്രഹ്മം എന്ന കുമിളയുണ്ടാവും, മറ്റേ വിഷ്ണു എന്ന കുമിളയുണ്ടാവും, മഹേശ്വരൻ എന്ന കുമിളയുണ്ടാവും, കീടങ്ങൾ എന്ന കുമിളയുണ്ടാവും. അതെല്ലാം പൊട്ടിയിട്ട് അതിൽ തന്നെ അങ്ങനെ ഈ വെള്ളം തന്നെയാണ് ആ സാധനം. എന്നിട്ടോ ഒരേ സ്ഥലത്തെത്തുന്നുള്ളതാണ് പരമാർത്ഥം. പട്ടിയായാലും കഴുതയായാലും കീടമായാലും സമാനം തന്നെ എന്ന് പറയുകയാണ്. എല്ലാം ഉത്തമം തന്നെ. കാരണം ബ്രഹ്മം ഉത്തമാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങൾ ഇങ്ങനെ കുമ്പളമാരിക്കൊണ്ടും നമ്മളിങ്ങനെ ഉണ്ടാകുന്നവർ അതെല്ലാം സമാനം തന്നെ എന്ന് പറയുകയാണ്. ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ നമ്മൾ ഈ ധരിച്ചു വെച്ചിരിക്കുന്ന എല്ലാം മനുഷ്യർക്ക് തുല്യമാണെന്ന് ഉപനിഷത്ത് എന്നും കുറെ വ്യക്തമായിട്ട് ഈ ബ്രഹ്മത്തെ വിവരിക്കുന്നിടത്ത് പറയും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അതിൽ നിന്ന് ഇങ്ങനെ കുമ്പളമാരി ഓരോന്ന് ഉണ്ടാകുന്നുണ്ട്, അപ്പുറത്തുണ്ടാകും. ഈ ഉണ്ടാകുന്നുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കുമ്പളമാരി ഉണ്ടാകുന്നു പെട്ടെന്ന് ഇങ്ങനെ ജനിക്കും. അപ്പം ചോദിക്കും എങ്ങനെയാ ഉണ്ടായത്, മനുഷ്യനല്ല എങ്ങനെയാ ഉണ്ടായത്? ഉണ്ടായതെല്ലാം വേദത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് ശാസ്ത്രലോകം കണ്ടിട്ട് അതെന്തായിട്ട് മാറുന്നുണ്ട്. ആദ്യം ഊർജം ഉണ്ടാകുന്നുണ്ട്, അത് ദ്രവ്യമാകുന്നുണ്ട്, ഇലക്ട്രോൺ പ്രോട്ടോൺ ഉണ്ട്, അത് ഇങ്ങനെ ചൂടി ഇങ്ങനെ ചേർന്ന് തന്മാത്രകളായി, തന്മാത്രകൾ പ്രത്യേക സാഹചര്യത്തിൽ ജീവജാലങ്ങളും എല്ലാം ആയിട്ട് മാറുന്നുണ്ട്. അതെല്ലാം പിന്നീട് വേറെ പറയും. പക്ഷെ ഇവിടെ ചുരുക്കി പറയുമ്പോൾ ഇതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് കയറി പറഞ്ഞ വിഷയത്തിൽ നിന്ന് അങ്ങെത്തിപ്പോ. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു ചെറുത് പറ്റ് കുമ്പളമാരി ഉണ്ടാവും, അതുമാതിരി ഉണ്ടാവും. എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് പിന്നെ വേറെ അടുത്ത് പറയും സയൻസിലോട്ട്. അതും വേദത്തിലേക്ക് നോക്കണം. എങ്ങനെയുണ്ടാന്ന് വെച്ചാൽ ചില പരിണാമ സിദ്ധാന്തമാണോ പെട്ടെന്ന് ഉണ്ടായതാണോ എന്നെല്ലാം നമുക്ക് പിന്നീട് നോക്കാന്നേ. ആ നോക്കുമ്പോൾ പരിണാമ സിദ്ധാന്തമാണ് അങ്ങ് സ്വീകരിച്ചേക്കാം, നമുക്കെന്താ കുഴപ്പം. പക്ഷെ ഇന്നാലും അതിനകത്ത് കയറിയിട്ട് പരിണാമ സിദ്ധാന്തം പറഞ്ഞിട്ടുണ്ടോ, എല്ലാം പൊട്ടെന്നാണോ വിളിച്ചു, ഇതൊന്നും വേദത്തിലൊന്നും ആരും നോക്കിയില്ല. പുരാണ കഥകളിലെ അവിടെ ഇവിടെയും കുട്ടികൾക്ക് കഥയായിട്ട് പറയുമ്പോൾ ഭും നോക്കുമ്പോൾ ബോനം ഉണ്ടായി, ഭും നോക്കുമ്പോൾ ജലം ഉണ്ടായി എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് സാധാരണക്കാരൻ ഇങ്ങനെ പറയാണ്. ഇവിടെ പക്ഷി എന്ന് പറഞ്ഞു, ഒരുത്തി പക്ഷി എന്ന് പറഞ്ഞു, വെറുതെ പറഞ്ഞ ജലത്തിൽ കുമ്പളം ഉണ്ടാകുന്ന പോലെയാണെന്ന് തോന്നി. കാരണം വർണ്ണിക്കാൻ കുറച്ച് പ്രയാസമാണ് ഈ ബ്രഹ്മത്തെ. അത് ശാസ്ത്രലോകത്തിന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത് പിന്നീട് അവരെ വ്യക്തമായി തന്നെ വിവരിച്ച് തരികയും ചെയ്യും. അതുവരെ ക്ഷമിക്കുക. അവിടെ പരിണാമ സിദ്ധാന്തം ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാം. വേദത്തിലേക്ക് ഇറങ്ങി നോക്കൂ എങ്ങനെയാണത് പറഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അവർ പറഞ്ഞു തരും. അത് നമുക്ക് കാണുകയും ചെയ്യാം ക്രമത്തിൽ. അതുകൊണ്ട് എന്നിട്ട് പാശുപത ബ്രഹ്മോപനിഷത്തിൽ പറയുകയാണ് 28 അവനെ ഒന്നുമായിട്ട് ഉപമിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ഇവിടെ ഉപമിച്ചിട്ടുണ്ട്. അവൻ പക്ഷിയെ പോലെ, ഏകനായ പക്ഷിയെ പോലെയാണ്, ഒറ്റക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സമുദ്രം പോലെ, ജലാശയം പോലെ കുമിളയുണ്ടാകുന്ന ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നു അവന് ഒന്നുമായിട്ട് ഉപയോഗിക്കുവാനോ കാണുവാനോ പറ്റില്ല എന്ന് പറയാണ്. അതിനെ കാണാൻ പോലും പറ്റില്ല. അത് ജനിച്ചിട്ടില്ല, ജനിക്കുന്നുമില്ല. അവന് ഗോത്രവുമില്ല, രൂപവുമില്ല, അവയവവും ഒന്നുമില്ല. അപ്പൊ ഈശ്വരൻ എന്ന സാധനത്തിന് ഗോത്രവുമില്ല, കുലവുമില്ല, അവയവവും ഒന്നുമില്ല, ഒരു ഗുണവുമില്ല.
അപ്പോൾ ജനിച്ചു എന്ന് പറയുമ്പോൾ അവയവമെല്ലാം വരും. അവയവമുള്ള സാധനത്തിന് ഈശ്വരൻ എന്ന് പറയാൻ പറ്റില്ല. ജനിക്കുന്നില്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജനിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അതിന് അവയവമെല്ലാം വന്നുപോയി. അത് പിന്നെ ഈശ്വരൻ ഒരിക്കലാവില്ല. ഈശ്വരന്റെ ക്വാളിറ്റീനെ നിർവചിക്കുന്നിടത്തുന്നത് ഔട്ടായി. ഒരു രൂപമില്ലാത്ത, ഒരു സ്വഭാവവിശേഷം, ഒരു ഗുണവുമില്ലാത്ത, ഒരിക്കലും ജനിക്കുന്നില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ജനിച്ചു എന്ന് കയറി പറയുകയാണെങ്കിൽ ആകെ എല്ലാം കുളമായി മാറി. പിന്നെ ഇതിന് ഒന്നിനോട് ഉപമിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പക്ഷി എന്ന് പറഞ്ഞാൽ പക്ഷിയൊന്നുമല്ല, ഉപമയല്ല. പിന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ നമുക്ക് ഈശ്വരനെ സ്നേഹമായിട്ട് എടുക്കാൻ പറ്റുമോ? സ്നേഹം എന്ന് പറയുന്ന വികാരം, അതൊരു വികാരമാണ്. സ്നേഹിക്കുക, അപ്പം ബന്ധം വരിക, ഇഷ്ടപ്പെടുക. എന്ത് ബന്ധം? അവിടെ ഒരു ബന്ധവുമില്ല എന്ന് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയല്ലേ. അവനൊരു പക്ഷഭേദവും ഇല്ല. നിങ്ങൾ മോഷ്ടിക്കുന്ന ആളായാലും ബ്രഹ്മഹത്യ നടത്തുന്നവനായാലും മറ്റവരായാലും അതിനൊന്നും ഒന്നുമില്ല, നോക്കി അങ്ങ് ഇരിക്കും. ഇങ്ങനെ പറയുന്നതിന് സ്നേഹം. ഈ സ്നേഹം എന്ന് പറയുന്നതന്നെ ഇതിനെ എങ്ങനെയാണ് നിർവചിക്കുക? ഈ സ്നേഹം എന്ന് പറയുന്നതാണ് മനുഷ്യരെ ഏറ്റവും അധികം കുഴക്കുന്ന, കുഴപ്പത്തിലേക്ക് കൊണ്ട് ചാടിക്കുന്ന സംഗതി. അതൊരു വികാരമാണ്. ആ വികാരം തന്നെ വലിയ സ്വഭാവങ്ങളുള്ളതാണ്. ആളെ അട്രാക്ട് ചെയ്യാൻ കഴിവുള്ളവരാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരെയും അതിന്റെ ആവശ്യമില്ല. നിർഗുണനായിട്ടിരിക്കുകയാണ്, സാക്ഷ്യമായിരിക്കുകയാണ്. അതിന് സ്നേഹവും ഇല്ല, വികാരവും ഇല്ല, കോപവും ഇല്ല, ഒരു ചുക്കുമില്ല. അത് പിന്നെ സ്നേഹം എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? സ്നേഹത്തൊന്നും പറയാൻ പറ്റില്ല. ഈ സ്നേഹം എന്ന് പറയുന്നത് ആളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണ്, ആ ഗുണങ്ങളാണ്, സ്വഭാവ വിശേഷങ്ങളാണ്. കാരണം ചിലവരെല്ലാം എന്നോട് ചോദിക്കുന്നുണ്ട്. കാരണം നെറ്റിലോട്ട് ഓൺലൈൻ കൺസൾട്ടേഷനിൽ ആള് കണ്ടിട്ടില്ല. ഭൂരിപക്ഷം ഈ പെമ്പിളെല്ലാം ചോദിക്കുന്നതാണ്, ഈ എനിക്ക് ആ വ്യക്തിക്ക് എന്നോട് ആത്മാർത്ഥമായ ഉള്ളിൽ സ്നേഹമുണ്ടോ? പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ എന്നാലും ഉള്ളിലൊരു സംശയം, ഈ സ്നേഹം ഉണ്ടോ? പൂർണ്ണമായിട്ട് വിശ്വാസം. കല്യാണം കഴിഞ്ഞവരും ചോദിക്കും, യഥാർത്ഥത്തിൽ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാ? ഓരോ സംശയമാണ്. ഈ ഒരാളുടെ സംശയമൊന്നുമല്ല, ഇത് ഇന്നത്തെ സമൂഹത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ സംശയമാണ്. കാരണം പ്രേമിച്ചിട്ട് സ്നേഹം ഭയങ്കര എന്തോ ആണെന്നെല്ലാം പറഞ്ഞിട്ട് പിന്നാലെ പോയിട്ട് അവസാനം കട്ടയടിച്ച് നടക്കുകയാണ് പലവരും. ജീവിതം തൊലച്ചതാണ് ഈ സ്നേഹം എന്നൊരു വികാരം. ഭാഷാ പണ്ഡിതരെ വർണ്ണിച്ചു വെച്ചിട്ടുണ്ട്. അഖിലസാരമൊഴിയെ സ്നേഹമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയോ, ഈ ജനങ്ങളെ ഈ ഒരു വാക്കുകൊണ്ട് ഭാഷാ പണ്ഡിതരെ എവിടെ എത്തിച്ചിട്ടുണ്ട്? ഇതും വിശ്വസിച്ച് എത്ര ജീവിതങ്ങൾ തൊലച്ചിട്ടുണ്ട് എന്നറിയാം. യഥാർത്ഥ സ്നേഹം എവിടെയാണുള്ളത്? യഥാർത്ഥ സ്നേഹം നമുക്ക് നമ്മളോട് തന്നെയാണ് സ്നേഹം. ശരിയായ സ്നേഹം, നമ്മളോട് സ്നേഹം. അതും 100% അല്ല. നമ്മുടെ ഉള്ളില് നമ്മളോടല്ല, നമ്മൾ ആത്മാവിനൊന്നുമല്ല. ശരി, ഈ ശരീരത്തെയാണ്. ആ ശരീരത്തിൽ വസ്ത്രമെല്ലാം ഇട്ട് പൗഡറെല്ലാം ഇട്ട് ഇങ്ങനെ ഉരുകി. അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന ഈ ശരീരത്തെയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹം. അതാണ്. അതും ഒരു 60% ഉള്ളൂ, പൂർണ്ണമല്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കഷ്ടപ്പാടെല്ലാം ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ശരീരത്തെയാണ് എടുത്ത് ദൂരെ കളയുന്നത്. അപ്പൊ ഇത്രയും നമ്മളെന്ന് പറയുന്ന ശരീരമായിട്ട് ചിന്തിച്ച് നടക്കുന്ന നമുക്ക് ഈ ശരീരം തന്നെ ചിലപ്പോൾ ഇട്ടെറിഞ്ഞിട്ട് ഓടിക്കളയും. അപ്പൊ എന്ത് സ്നേഹമുള്ളത്? അപ്പൊ എല്ലാത്ത നിലയും നമുക്ക് നമ്മളെ തന്നെയാണ് ഇഷ്ടം. അത് സ്നേഹിക്കുന്ന 60%. പിന്നെയുള്ളത് അമ്മേന്റെ സ്നേഹമാണ്. അമ്മക്ക് മക്കളോട്, മക്കൾക്ക് തിരിച്ചുണ്ടോന്ന് അത് വേറെ കാര്യം. അമ്മക്ക് മക്കളോടുള്ള സ്നേഹം, കാരണം അത് പ്രകൃതി തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അവനിലുള്ള ഒരു വികാരം, ഇത് മായയാണ്. നമുക്ക് നമ്മളോട് സ്നേഹമുള്ളവരാണ്. എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിൽ ഈ ശരീരം നഷ്ടപ്പെടാതെ നമ്മൾ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു വെക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു സ്നേഹം എന്നൊരു വികാരം ഉണ്ടാക്കി ഇട്ടിരിക്കുക. ഈ വികാരം ഇട്ടിരിക്കുന്നതിനാ നമ്മളെ കൊണ്ട് പറ്റിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മളെ ശരീരം കളയില്ല, ഗത്യന്തരമില്ലാതെ എടുത്ത് കളയും. അതുമാതിരി മാതാവ് കുട്ടികളെ അവരുടെ ശരീരവും നഷ്ടപ്പെട്ടിട്ട് സംരക്ഷിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു വികാരം അവരിൽ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അമ്മേന് ആ കുട്ടീനെ നീ സംരക്ഷിച്ചോളും, എന്തും സഹിച്ചിട്ട്. പക്ഷെ ആ കുട്ടികളെയും ചില സമയത്ത് വേറെ ചില സ്നേഹത്തിന്റെ പേരിൽ എടുത്ത് കളയുന്നുമുണ്ട്. അതും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവിടെ സ്വന്തം വ്യക്തിയുടെ സ്നേഹം വരുമ്പോഴും ചിലപ്പോൾ അത് കടന്നു വരുമ്പോഴും ചിലപ്പോൾ കുട്ടികളെ പോലും എടുത്ത് കളയുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോഴും സ്വന്തം താങ്ങാൻ പറ്റാതെ ഈ കുട്ടി ദാരിദ്ര്യം എല്ലാം കയറി കുട്ടി കൊണ്ട് ബാധ്യതയെ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ അധ്വാനിക്കുന്നതിന് ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് വെച്ചാൽ അവർ കയറി ആത്മഹത്യ ചെയ്യുന്നുണ്ട് കുട്ടി നീ അടയാക്കിയിട്ട്.
കളഞ്ഞുവെട്ടി പോകുന്നവരുണ്ട്. അപ്പൊ അവിടെയും സ്വന്തം തടി രക്ഷപ്പെടാനുള്ള ഒരു ചിന്താഗതി. അപ്പോൾ സ്വന്തം ഇതെല്ലാം എന്തിനാ മനുഷ്യരിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പ്രകൃതി ബ്രഹ്മം പ്രപഞ്ചമായി മാറുമ്പോൾ ഇങ്ങനെ ചില ഗുണവിശേഷങ്ങൾ മാതാവിനുണ്ടാകും. പ്രകൃതിയാണ്, പിന്നെ ബ്രഹ്മം എന്ന് പറയുന്നത്. ബ്രഹ്മത്തിൽ ഇതിനൊന്നും പറയില്ല, അവിടെ ഇങ്ങനെ സാക്ഷിയായിട്ട് ഇരിക്കുകയാണ്. അത് പ്രപഞ്ചമായി മാറിയപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ട്. അതിൽ പ്രപഞ്ചം ഇത്തരം ഒരു വികാരം മാതാവിലെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വികാരങ്ങളെല്ലാം ഉണ്ടാക്കി. ഇങ്ങനെ ഒരു മായയിൽ കിടന്നാണ് നമ്മൾ കളിക്കുന്നത്. ഈ മായയിൽ ഉണ്ടാക്കി വെച്ചുള്ള വികാരങ്ങളിൽ പെടുന്ന ഒന്നാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. അതിന് പ്രകൃതിക്ക് ചില ലക്ഷ്യങ്ങളെല്ലാം ഉണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിൽ ചേർപ്പിക്കുന്നതും ആ പ്രകൃതി തന്നെയാണ്, ഒരു സ്നേഹത്തിന്റെ പേരിൽ. അതിന് പ്രകൃതിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അതെന്താണെന്നെല്ലാം പിന്നീട് പറയാം. പ്രകൃതി ഇങ്ങനെയല്ലാണ് ലോകത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ചില വിചാരങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടാണ് ലോകത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ സ്നേഹം എന്നെല്ലാം പറയുന്ന ചില വികാരങ്ങളെല്ലാം അതെല്ലാം പ്രകൃതി തന്നെ ചിലപ്പോൾ ഉണ്ടാക്കിയാണ് ചില ലക്ഷ്യത്തിന്, അതിൻ്റെതായ ചില താല്പര്യത്തിന് വേണ്ടിയിട്ട്. അത് നമുക്ക് ഡീപ്പായിട്ട് ബ്രഹ്മത്തെ, ജീവാത്മാവ്, പരമാത്മാവെല്ലാം മനസ്സിലാക്കുമ്പോഴേ അതെല്ലാം അതിനെ മനസ്സിലാക്കിയാലേ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തിനാ ഇത്തരം വികാരങ്ങൾ ഉണ്ടാക്കുന്നത്? അതെല്ലാം പ്ലാനറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ജ്യോത്സ്യരെടുത്ത് വന്ന് ചോദിക്കുന്നത്. അല്ലാതെ ഒരു പെൺകുട്ടി എന്നാൽ പിന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ടാണ് പോകേണ്ട. ആ പയ്യനെയും കൂട്ടിയിട്ട് അവിടെ പോയിട്ട് വേണം ഡോക്ടറെ ഒന്ന് പരിശോധിച്ചിട്ട് പറയാൻ പറ്റുമോ ഈ പയ്യന്റെ അടുക്ക എനിക്കെതിരെ എന്റെ നേരെ എത്ര സ്നേഹമുണ്ട് എന്ന് ഒന്ന് നോക്കി പറയാമോ? ആത്മാർത്ഥമായ സ്നേഹമാണ്. അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരുടെ അടുത്താണ് പോകേണ്ടത്. അവർ പറഞ്ഞു കൊടുക്കുമല്ലോ ഇതിന്റെ അകത്ത് എത്ര സ്നേഹമുണ്ട്. കാരണം ഈ സ്നേഹം എന്ന് പറയുന്നത് എങ്ങനെയാ തൂക്കുന്നത്? നീ എന്തിനെന്താ അളവ്? ഏറ്റവും അധികം ആളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പദമാണ് ഈ സ്നേഹം. അതിനെ കയറിയിട്ട് ബ്രഹ്മമായിട്ടൊന്നും ബന്ധിപ്പിച്ച് കളഞ്ഞേക്കരുത്. അത് കുറച്ച്, കാരണം അത് ബ്രഹ്മത്തിനൊരു വിചാരങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ബ്രഹ്മം ഇവിടെ പറയുന്നത് സാക്ഷിമാര് കണ്ണും കൂട്ടിയിരിക്കുകയാണ്. അതിന് ഒരു കാര്യത്തിലും താല്പര്യമില്ല. നിങ്ങൾ കള്ളുകുടിയരായാലും വേണ്ടിയില്ല, നിങ്ങൾ മദ്യപാനിയായാലും വേണ്ടിയില്ല, നിങ്ങൾ വലിയ ദാനിഷ്ഠനായാലും വേണ്ടിയില്ല. അതിന്റെ ദൃഷ്ടിയിലെല്ലാം സമാനമാണ്. അതിൻ്റെ അകത്തൊന്നും തലയിടുന്നില്ല. അതങ്ങനെ അവിടെ അങ്ങ് നിൽക്കുന്നു. നിങ്ങളെന്തെല്ലാം ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നു, അത് ചിലപ്പോൾ അത് നോക്കിയിരിക്കുന്നുണ്ട്. ഇത്രയാണ് വേദങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ സ്നേഹവുമായിട്ടൊന്നും ഈ ഈശ്വരൻ സ്നേഹമാണ് എന്നൊന്നും പറഞ്ഞേക്കരുത്. അത് സ്നേഹം എന്നത് ഒരു വികാരമാണ്, അത് മായയാണ്. ഈ മായയിൽ നിന്നെല്ലാം മുക്തമായി നിർഗുണമായതാണ് ഈശ്വരൻ. അപ്പോഴ് മതങ്ങളെല്ലാം എങ്ങനെയാ ഉണ്ടായതെന്നായിരുന്നു നമ്മുടെ സംസാരം. ഈ നിർഗുണമായ ഈശ്വരനെ, ഒരു സയൻസ് പദമായ ഈശ്വരനെ ശാസ്ത്രലോകം അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത് ആ ഒരു ശക്തിവിശേഷത്തെ ആണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അത് നിർഗുണമാണ്, ഏകനാണ്. അതിന് വിചാരങ്ങൾ ഒന്നും തന്നെയില്ല. ഇവിടെ കീഴ നടക്കുന്നതെല്ലാം അതിൽ നിന്ന് എന്തെല്ലാം ഉണ്ടായ അതിലൊന്നും അതിനൊരു താല്പര്യവുമില്ല. അതുകൊണ്ടാണ് ബ്രഹ്മാവും വിഷ്ണുവും പട്ടിയും പൂച്ചിയും എല്ലാം സമാനം തന്നെയാണ്. ആ ജലാശയത്തിൽ നിന്ന് ഉണ്ടാകുന്നു, അതിൻ്റെ അകത്ത് തന്നെ വിലയിക്കുന്നു. ആ ജലാശയത്തിന് അതിലൊന്നും ഒരു താല്പര്യമില്ല. അതെന്തോ ആകട്ടെ, അത്തരത്തിലാണ് ഈശ്വരനെ ബ്രഹ്മത്തെ കണ്ടത്. അതപ്പോ സയൻസിലൂടെയാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഇലക്ട്രോണിനും പ്രോട്ടോണും നമ്മൾ എന്ത് വിചാരങ്ങളാണുള്ളത്? ഇന്ന് സയൻസ് കണ്ടെത്തിയിരിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്നത് ഇലക്ട്രോണും പ്രോട്ടോണും എനർജിയെല്ലാം. അതാണ് ഈ പ്രപഞ്ചമെല്ലാമായി മാറി. അതിനെന്ത് വിചാരങ്ങളെ മനുഷ്യനെ നോക്കിക്കൊണ്ടാണ് ഇലക്ട്രോണും പ്രോട്ടോണും ആടിയിരിക്കുന്നത്. അല്ല, ഇലക്ട്രോണും പ്രോട്ടോണും ഒന്നും മനുഷ്യൻ എന്താ ചെയ്യുന്നത്? അവനെ പിടിച്ചിട്ട് ശിക്ഷിക്കാൻ ഇതൊന്നും എല്ലാം നോക്കിയിട്ടാണ് ഇലക്ട്രോണും പ്രോട്ടോണും ഇരിക്കുന്നത്. അതിന്റെ അപ്പുറം ഒറ്റ ഒന്നിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിന് ഇതിലെന്താ താല്പര്യം ഈ കാര്യങ്ങളിൽ? എന്നാൽ അതെല്ലാം ഇതായിട്ട് മാറി. അത്തരത്തിൽ സയൻസ് നമ്മളെ പറഞ്ഞു തരും. അങ്ങനെ ഒരു സയൻസ് ഇലക്ട്രോണും പ്രോട്ടോണും അപ്പുറമുള്ള ഒരു സംഗതിയാണ് ഈ ബ്രഹ്മം. അതാണ് വേദം പറയുന്നത്. ആ വേദത്തെ എന്ത് വേണം? ജ്ഞാനികള് അവരുടെ ബുദ്ധിശക്തിയാൽ അർത്ഥം മനസ്സിലാക്കി വ്യാഖ്യാനിക്കുമ്പോൾ ശാസ്ത്രലോകത്തിനും മനസ്സിലാക്കാൻ പറ്റും ബ്രഹ്മം ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത്, അവർ അന്വേഷിക്കുന്ന സംഗതി എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അത്രയും ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്യണം?
ഒന്നിക്ക് അവരവരുടേതായ വഴിയിൽ കണ്ടെത്തുക. എളുപ്പമായ ഒരു വഴിയുണ്ട്, വേദങ്ങളിൽ വിസ്തരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേക്ക് കടത്തി വാക്കുകളെയെല്ലാം ശുദ്ധമാക്കി പുറത്തു പറയുന്ന കേട്ട അർത്ഥമൊന്നും എടുക്കാതെ ശുദ്ധമായ നിലയിൽ അതിനകത്ത് പ്രവേശിച്ച് ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ വേദങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായതിനുള്ള ആ ശക്തി വിശേഷത്തെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിനെ വാക്കുകൾ കൊണ്ടൊന്നും അങ്ങനെയൊന്നും വിവരിക്കാൻ പറ്റില്ല. കാരണം ഊർജത്തെ നമ്മൾ എങ്ങനെയാണ് വിവരിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ സ്നേഹം എന്നൊരു വികാരത്തെ തന്നെ നമ്മൾ എങ്ങനെയാണ് വിവരിക്കാൻ പറ്റുന്നത്? രൂപമില്ലാതെ അവസ്ഥയിലേക്ക് പോകും തോറും പിന്നെ നമ്മൾ രൂപമൊന്നും ഇല്ലാതെ അവസ്ഥയിലെത്തുമ്പോൾ അതിനെ വിവരിക്കുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ബുദ്ധിമാന്മാർക്ക് അത് മനസ്സിലാക്കും. വേറൊരു സൂത്രത്തിലൂടെ പറഞ്ഞിരിക്കുന്ന ആ ബ്രഹ്മത്തെ നിങ്ങൾ വേദം പറയുന്ന വഴികളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വേദത്തിലൂടെയാണ് നിങ്ങൾ ആ ഈശ്വരനെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. അതെല്ലാം നമുക്ക് പിന്നീട് ക്രമത്തിൽ ആ ബ്രഹ്മത്തിൽ ആ വഴിയിലേക്ക് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. മതങ്ങളെല്ലാം പിന്നീട് ഭാഷാ പണ്ഡിതരിങ്ങനെ എന്താണെന്നത് മനസ്സിലാതെ ഒരവസ്ഥയിൽ അവരവരുടെ ഭാവന, ഇവിടെ വേദം പറഞ്ഞ എന്താണ്, ജ്ഞാനികൾ അവരവരുടെ ദൃഷ്ടികോണിൽ കൂടി അതിനെ ഭിന്ന രീതിയിൽ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അത് വ്യാഖ്യാനിച്ചു വരച്ച് പലവരും നിർബന്ധം പിടിച്ചു, അങ്ങനെ മതങ്ങളായിട്ട് മാറി.